140 ന്യൂസിലേക്ക് സ്വാഗതം. ആലപ്പുഴ കരുവാറ്റയിൽ മുത്തശ്ശനെ കൊലപ്പെടുത്തിയ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിൽ പുറത്തുവരുന്നത്. 13 വയസ്സുകാരിയായ പേരക്കുട്ടി അടക്കം 4 പ്രായപൂർത്തിയാകാത്തവരാണ് കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. മുത്തശ്ശനെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്നെന്നാണ് പോലീസ് കണ്ടെത്തൽ. സ്വർണം വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ച് ഐഫോൺ വാങ്ങാനും സുഹൃത്തിന് ബൈക്ക് വാങ്ങാനുമായിരുന്നു പദ്ധതി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ കൊലപാതകത്തിന്റെ പിന്നിൽ മോഷണം മാത്രമാണോ? മുത്തച്ഛനിൽ നിന്ന് മോശമായ പെരുമാറ്റം നേരിട്ടെന്ന പെൺകുട്ടിയുടെ ആരോപണവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കരുവാറ്റയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ശിവൻകുട്ടി ചെട്ടിയാരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ ശിവൻകുട്ടി ഒറ്റയ്ക്കായിരുന്ന സമയത്താണ് കൊലപാതകം നടന്നത്. വീട് തുറക്കാതെ കിടന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെടുത്തത്. കൈകാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്വർണവും പണവും കാണാനില്ലെന്ന് വ്യക്തമായി. ഇതോടെ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ സംശയം മോഷണത്തിലേക്കായിരുന്നു. വീട്ടിൽ കയറിയ മോഷ്ടാക്കൾ വയോധികനെ കീഴ്പ്പെടുത്തിയ ശേഷം കൊലപ്പെടുത്തിയതാകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ അന്വേഷണം മുന്നോട്ടു പോയതോടെ കേസിൽ വഴിത്തിരിവുണ്ടായി. വീട്ടിൽ സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന വിവരം പുറത്തുനിന്നെത്തിയ മോഷ്ടാക്കൾക്ക് എങ്ങനെ ലഭിച്ചു? ശിവൻകുട്ടി എപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുമെന്ന് എങ്ങനെ മനസ്സിലാക്കി? വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള വഴി പോലും കൃത്യമായി അറിയാമായിരുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അന്വേഷണ സംഘത്തെ ബന്ധുക്കളിലേക്കും അടുത്ത പരിചയക്കാരിലേക്കും എത്തിച്ചത്. അതിനിടെയാണ് 13 വയസ്സുകാരിയായ പേരക്കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. സംഭവ സമയത്ത് കുട്ടി സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്നാൽ മൊബൈൽ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. 13കാരിക്ക് ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നുവെന്നും ഈ സുഹൃത്തും മറ്റു 2 പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി. മുത്തശ്ശൻ വീട്ടിൽ തനിച്ചാകുന്ന സമയത്തെക്കുറിച്ച് പെൺകുട്ടി വിവരങ്ങൾ നൽകിയെന്നും വീട്ടിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സംഭവത്തിന് മുൻപും ശേഷവും നടന്ന ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും പോലീസ് വിശദമായി പരിശോധിച്ചു. ഇവയിൽ നിന്നാണ് കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ വിവരങ്ങളിലൊന്ന് കൊലപാതകത്തിനായി വീടിന്റെ ഓട് പൊളിച്ച ശേഷം ശിവൻകുട്ടിയുടെ തലയിൽ വലിയ കല്ലിട്ട് കൊലപ്പെടുത്താനായിരുന്നു പ്ലാൻ എന്ന പ്രതിയായ +1 വിദ്യാർത്ഥിയുടെ മൊഴിയായിരുന്നു. ഈ ആശയം ഉദിച്ചത് 2017 പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് ചിത്രത്തിൽ നിന്നാണെന്നാണ് കുട്ടി മൊഴി നൽകിയത്. ഓടിന് താഴെ മച്ചുള്ളതിനാൽ ഈ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. അവസാനം വീട്ടിൽ പ്രവേശിച്ച സംഘം ശിവൻകുട്ടിയെ കീഴ്പ്പെടുത്തി കൈകാലുകൾ ബന്ധിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷവും വീട്ടിൽ നിന്ന് സ്വർണവും പണവും എടുത്ത് പ്രതികൾ മുങ്ങി. മോഷ്ടിച്ച സ്വർണം പിന്നീട് പോലീസ് കണ്ടെത്തി. മോഷ്ടിക്കുന്ന സ്വർണം വിറ്റ് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പെൺകുട്ടിക്ക് ഐഫോൺ വാങ്ങാനും സുഹൃത്തിന് ബൈക്ക് വാങ്ങാനുമായിരുന്നു പദ്ധതി. കേസിൽ മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി ഉയർന്നിട്ടുണ്ട്: ബാഡ് ടച്ച്. എന്നാൽ ബാഡ് ടച്ച് ചെയ്ത സംഭവം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും പെൺകുട്ടിയുടെ മൊഴികളെല്ലാം വിശദമായി പരിശോധിച്ചു വരികയാണെന്നും ജില്ലാ പോലീസ് സൂപ്രണ്ട് TK വിഷ്ണുപ്രസാദ് വ്യക്തമാക്കി. ചോദ്യം ചെയ്യലിൽ ഉടനീളം ഒരു ഭാവഭേദവും ഇല്ലാതിരുന്ന പെൺകുട്ടി വീട്ടിലെ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നിയമപരമായി വേർപിരിഞ്ഞവരാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന അമ്മ ഇടയ്ക്ക് 10 ദിവസത്തേക്ക് നാട്ടിൽ വന്നു പോകും. നാട്ടിൽ ബന്ധുക്കളുടെ കൂടെയാണ് 13കാരി താമസിക്കുന്നത്. മുത്തച്ഛനെ കൊലപ്പെടുത്തണമെന്ന് സുഹൃത്തിന് കർശന നിർദ്ദേശം നൽകിയതും പെൺകുട്ടി തന്നെയാണെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ഇതിനിടെ സ്വന്തം അച്ഛനിലേക്കും വഴിതിരിക്കാനും പെൺകുട്ടി ശ്രമിച്ചു. സുഹൃത്തും പെൺകുട്ടിയുമായുള്ള ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പ്രതികൾ ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട ശിവൻകുട്ടി ചെട്ടിയാരുടെ ഇളയ മകളുടെ ആദ്യ വിവാഹത്തിലെ മകളാണ് പെൺകുട്ടി. ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ പരസ്പരം പിരിയുന്നതും പുനർവിവാഹം ചെയ്യുന്നതും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്നതും സാധാരണമാണ്. എന്നാൽ കുട്ടികളുടെ മാനസികാരോഗ്യം കൂടി മാതാപിതാക്കൾ പരിഗണിക്കേണ്ടതാണ്. സ്നേഹിക്കാൻ ആരുമില്ല, ആൻറ്റിയെ പോലെ ഒരമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ആകില്ലായിരുന്നു എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ സാധിക്കില്ല. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കേണ്ട പ്രായത്തിൽ ചേർത്തു തന്നെ പിടിക്കണം. ക്രിമിനലുകളായല്ല നാം അവരെ വളർത്തേണ്ടത്, നാളെയുടെ നന്മയാകാൻ വളർത്തണം.